പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളും ഒക്കെയുമായിരുന്ന ദൂരത്തും ചാരത്തും എന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഹല്ലേലൂയ. 136 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. 136 സങ്കീർത്തനം അതിശ്രേഷ്ഠമായ വചനമാണ്. ഓരോ വാക്യങ്ങളും വായിച്ചിട്ട് അവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ താഴ്ചയിൽ ഹല്ലേലൂയ നമ്മെ ഓർക്കുവാൻ, നമ്മുടെ സ്വന്തങ്ങൾക്കോ ബന്ധങ്ങൾക്കോ സഹചാരികൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അഥവാ നാം ചങ്കായി സ്നേഹിച്ച പലരും നമ്മെ ഓർക്കാതെ പോകുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇത് സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ എന്താണ് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വയം താഴ്ത്തി എന്നാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. നമ്മൾ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 6 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ താഴ്ചയുടെ ചില പടികളെ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവില്, നിന്റെ പ്രശ്നങ്ങളുടെ നടുവില്, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നീ കരയുന്ന കരച്ചിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, നിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലേക്കും യേശു ക്രിസ്തു ഇറങ്ങി വന്നാൽ നിന്റെ പ്രശ്നങ്ങൾ അപ്പാടെ മാഞ്ഞു പോകും. ഹല്ലേലൂയ. നീ അതിൽ നിന്ന് മോചിതനായി മാറും. രക്തജയം. ജീവിതത്തിൽ തകർന്ന അനുഭവമാണോ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മെ സമ്പന്നനാക്കി മാറ്റുവാൻ വേണ്ടി, അഥവാ നമ്മെ ധനവാന്മാരാക്കി മാറ്റുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി സ്വയം ദരിദ്രനായി തീർന്നു. അവൻ നിങ്ങളെ ഓർക്കാതെ പോവുകയില്ല. നമ്മളെ സമ്പന്നനാക്കിയാൻ ധനവാനാക്കി മാറ്റുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ദരിദ്രനായി തീർന്നു. ആ കർത്താവ് ഒരിക്കലും നമ്മെ ഓർക്കാതെ പോകത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം, ഇന്ത്യയുടെ വിവിധ ഭാഗത്തായിരിക്കാം, ലോക രാജ്യങ്ങളായിരിക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയുമായി നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അതെല്ലാം തരിപ്പണമായി കണ്ണുനീരിന്റെ നടുവിലാണോ? ഇന്ന് പകൽ കർത്താവിലേക്ക് വന്നിട്ട് ഈ വചനം വായിച്ചിട്ട് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് നിനക്കെതിരെ വ്യാപരിക്കുന്ന സകല പ്രതിസന്ധികളും മാറിപ്പോകും. രക്തജയം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. ഹല്ലേലൂയ. ആമേ. സാധാരണഗതിയിൽ ഈ ലോകത്തിൽ തന്നെക്കാൾ താഴ്ന്ന അവസ്ഥയിലുള്ളവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക പോലുമില്ല. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം കൂട്ടുകാർ കാണും, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ആൾക്കാർ കാണും. നിങ്ങൾക്ക് നന്മയുള്ളപ്പോൾ മാത്രമാണ് ഹല്ലേലൂയ നിങ്ങളെ കാണുവാനും കേൾക്കുവാനും നിങ്ങളെ സ്നേഹിപ്പാനും നിങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുവാനൊക്കെ ആൾക്കാരുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്കൊരു താഴ്ച വരുമ്പോൾ നിങ്ങളെ സ്നേഹിപ്പാൻ ഈ ലോകത്തിൽ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ധനവാന്മാരെ മാത്രം സ്നേഹിക്കുമ്പോൾ, ഉന്നത പദവിയിലിരിക്കുമ്പോൾ അവരുടെ ആ പദവിയിലുള്ളവരെ മാത്രം അവർ നോക്കുമ്പോൾ, ഹല്ലേലൂയ നിങ്ങളുടെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ സ്ഥാനമാനങ്ങളുടെ പദവിയോ നോക്കാതെ നിങ്ങളെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനം വായിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്ന് അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടതേ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, യുവതി, യുവാവി, ഞാൻ പറയട്ടെ, നീ പലവിധമായ ഭാരത്തോടെ നീ
ഈ വചനം കേൾക്കുന്നത്. എന്നെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന അനേകരുണ്ട്, എനിക്കറിയാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളോട് ഈ വചനം ഇന്ന് പകൽക്കാലം പങ്കുവെക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നിങ്ങളെ ഓർക്കുന്നു, കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉലകത്തിലുള്ള ഉന്നതന്മാർ നിന്നെ ഓർത്തില്ലെങ്കിലും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റുവാൻ നിന്നെ ഓർക്കുന്നൊരു ദൈവമാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. ജീവിതം ഒന്നുകൊണ്ടും നാം നിരാശപ്പെടുത്തി കളയരുത്. പക്ഷെ കർത്താവ് എങ്ങനെയുള്ളവൻ, നിങ്ങൾ എങ്ങനെയുള്ള അവസ്ഥയിൽ ഏത് വിഷയത്തിന്റെ നടുവിലായിരിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുമ്പോൾ അത് സന്തോഷത്തോടെ കേട്ടിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് സ്നേഹിത, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഏതവസ്ഥയിലിരുന്നാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് എൻ്റെ ഏതവസ്ഥയിലും എന്നെ ഓർത്ത് എന്നെ ഈ പ്രശ്നങ്ങൾ വിടിവിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാതപിടത്തിലേക്ക് വരുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നിലവില് അല്ലെങ്കിൽ നിന്നെ ആരും ഓർക്കാതെ പോകുമ്പോൾ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകല കർത്താവിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന താഴ്ചയിൽ ഓർക്കുന്ന ദൈവമേ, ജനത്തിന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, മഹാവ്യാധികൾ, ബന്ധനങ്ങളിൽ നിന്ന് വിടിവിച്ച് അവരുടെ കഷ്ടതയും ദാരിദ്ര്യത്തിൽ കർത്താവേ അവർക്ക് ഉയർച്ച, ഉന്നതമായൊരു പദവി കൊടുത്ത് അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. ലോകം തഴിഞ്ഞു വിടുമ്പോൾ, ലോകക്കാർ മറക്കുമ്പോൾ, സ്വന്തം മിത്രാദികൾ അമ്മ മറന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന യേശുവിന്റെ സ്നേഹം കർത്താവ് ഇന്ന് പകൽ ഈ ജനത്തെ നിറയുവാൻ തീരട്ടെ. ഈ സന്ധ്യാസമയത്ത് ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.